ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ആ റവയിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത, അതായത് പുളി വളരെ കുറഞ്ഞ, അധികം പുളി പാടില്ല, അങ്ങനത്തെ ഒരു തൈരാണ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയിലേക്ക് ആ തൈര് കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റവ തൈര് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 240 ml കപ്പിൽ 1 കപ്പ് സാദാ വെള്ളം, നോർമൽ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് റവയെ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഇതുപോലെ സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ സ്പാറ്റില വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടായാലും മതി, ഇതുപോലെ ഇളക്കി കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റാക്കി നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആ തൈരും വെള്ളവും മാത്രമാണ് ഇപ്പോൾ നമ്മൾ റവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റവ നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഇത് ആ റവയൊന്ന് കുതിർന്നൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മളിതിൻ്റെ ആ ഒരു മസാല മിക്സ് നമ്മൾ ഇതിന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വെറും തൈരും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ റവ നമുക്ക് ആദ്യം ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ആ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുകൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ പൊട്ടി വരാം. പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉഴുന്നുപരിപ്പ് അതിൽ മൂത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും, അതേസമയം നല്ലൊരു ടേസ്റ്റും കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കുന്നത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് ആ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ചെറുതായിട്ടൊരു എരിവ് വേണം ഈ പലഹാരത്തിന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, 3 എണ്ണം പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ കിട്ടരുത്, അതുകൊണ്ടാണ് വളരെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. 3 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ വരുമ്പം ഈ പലഹാരത്തിന് നല്ലൊരു രുചിയാണ്. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസായിട്ട് ക്യാരറ്റും ഉള്ളിയുമാണ്, സവാളയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്ററിലിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയും പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഓരോ കപ്പ് വീതം, 240 ml ഓരോ കപ്പ് വീതം നിറച്ചു എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ആ ക്യാരറ്റിൻ്റെയും സവാളിൻ്റെയും എല്ലാ പച്ചച്ചോയൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു പിടി കശുവണ്ടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയില്ലല്ലോ. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാൻ ആരും മറന്നു പോകരുതേ. അപ്പോൾ ആ കശുവണ്ടി പരിപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ വഴറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ ചെറിയൊരു ബൈറ്റ് കിട്ടുമ്പോൾ ആ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് ആ മസാല മിക്സ് കിട്ടിയിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റവയിൽ ചേർക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്നിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പം മിക്സിലേക്ക് പാകത്തിന് ഉപ്പ് അത് നിങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പിൻ്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ മിക്സിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ റവയെല്ലാം നന്നായിട്ട് സോക്കായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ സ്പാറ്റില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ റവയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേണ്ടത് ടോട്ടലായിട്ടുള്ള ആകെ ഈ പലഹാരത്തിന് വേണ്ടുള്ള ഉപ്പ് ഇനി കൂടുതലായിട്ട് എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് അത് വളരെ കുറച്ച് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കാതെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പാറ്റില വെച്ചിട്ട് അതെല്ലാ ഭാഗത്തും എത്തണമല്ലോ. അത് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇളക്കിയ ശേഷം ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിലാണിത് ഒഴിച്ച് ആവിയാറ്റി എടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ നന്നായിട്ട് നെയ്യാണ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് സ്പ്രെഡ് ചെയ്ത പാത്രം ഇതുപോലെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ പരത്തി കൊടുത്താൽ മതി പ്ലേറ്റിലേക്ക്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയുടെ തട്ടിൽ കുഴികളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് കശുവണ്ടി ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റിയെടുത്താൽ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് ഇവിടെ ഉണ്ടാകും. ഞാനിവിടെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം ഇതുപോലെ സ്പാറ്റിൽ വെച്ച് അരിവശം നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഇത് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കമിഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതായിരിക്കും. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുൻവശം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. മേളിൽ നമ്മൾ കശുവണ്ടി പരിപ്പൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതുപോലെയാണ് മുൻവശം ഇരിക്കുന്നത്. അപ്പോൾ ഇനി കത്തി വെച്ച് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കറി ആവശ്യമുണ്ടെന്നെങ്കിൽ എന്തെങ്കിലും ചട്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അല്ലാതെ വെറുതെ ഇത് കഴിക്കാനും വളരെ നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ക്യാരറ്റും എല്ലാം അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.